കേരള PSC ഇന്ന് നടത്തിയ 10th പ്രിലിംസ് എക്സാമിനേഷനിൽ മാത്തമാറ്റിക്സിൽ ഡയറക്ഷൻ സെൻസിൽ നിന്ന് ചോദിച്ച ഒരു ചോദ്യം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്താലോ. അനു തെക്കോട്ട് 6 മീറ്റർ നടന്നു, പിന്നീട് ഇടത്തേക്ക് തിരിഞ്ഞ് 8 മീറ്റർ നടന്നു, വീണ്ടും ഇടത്തേക്ക് 6 മീറ്റർ നടന്നു, പിന്നീട് വലത്തോട്ട് 10 മീറ്റർ നടന്നു. ഇപ്പോൾ അവൾ ആരംഭ സ്ഥലത്തോട് താരതമ്യം ചെയ്യുമ്പോൾ ഏത് ദിശയിലാണ്? ഈ ചോദ്യം ഒരു സിമ്പിൾ ചോദ്യമാണ്. കൃത്യമായിട്ട് ചെയ്യേണ്ട രീതിയിൽ ചെയ്താൽ ഈസി ആയിട്ട് ആൻസർ കിട്ടുന്ന ഒരു ചോദ്യമാണ്. പക്ഷെ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത ആളുകൾ എന്ത് ചെയ്യും? ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ഇത്രയും വലിയ ചോദ്യം എന്ന് വെച്ചിട്ട് സ്കിപ്പ് ചെയ്യും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഈ ചോദ്യം എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ സോൾവ് ചെയ്ത് കാണിച്ചു തരാം. ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നമ്മൾ അത് ഡയഗ്രാം വെച്ചിട്ടാണ് ചെയ്യുന്നത്. അനു തെക്കോട്ട് 6 മീറ്റർ നടന്നു. അപ്പോൾ നമ്മൾ ആദ്യം ഡയറക്ഷൻ അറിയണം. ഡയറക്ഷൻ എങ്ങനെയാണ്? മുകളിലോട്ടാണെങ്കിൽ വടക്കോട്ട്, താഴോട്ടാണെങ്കിൽ തെക്കോട്ട്, റൈറ്റ് ആണെങ്കിൽ കിഴക്കോട്ട്, ലെഫ്റ്റ് ആണെങ്കിൽ പടിഞ്ഞാറോട്ടായിരിക്കും. അനു തെക്കോട്ട് 6 മീറ്റർ നടന്നു. അപ്പം നമ്മൾ ആദ്യം ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് വരച്ചു. അവിടെ നിന്ന് തെക്കോട്ട് 6 മീറ്റർ, തെക്കെന്ന് പറയുമ്പോൾ താഴേട്ട് 6 മീറ്റർ. നമ്മൾ ഏകദേശം ഒരു ഗസ്റ്റിൽ നമ്മളൊരു 6 മീറ്റർ ഇങ്ങനെ മാർക്ക് ചെയ്തു, ഇവിടെ എത്തി. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? ഇടത്തേക്ക് തിരിഞ്ഞിട്ട് 8 മീറ്റർ. അപ്പോൾ താഴേട്ട് വന്ന ആളുടെ ഇടതുഭാഗം എങ്ങോട്ടാണ് ഇടത്തേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ മുകളിലോട്ടാണ് പോകുന്നുണ്ടെങ്കിൽ കിഴക്കോട്ട് പോകുമ്പോൾ റൈറ്റ്, പടിഞ്ഞാറോട്ട് പോകുമ്പോൾ ലെഫ്റ്റ്. അല്ല ഇങ്ങനെ മുകളിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പോകണു. ആളുടെ റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ കിഴക്കോട്ടായിരിക്കും, ലെഫ്റ്റ് സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പടിഞ്ഞാറോട്ടായിരിക്കും. ഇതാണ് ലെഫ്റ്റ് എന്ന് പറയുന്നത്. നേരെ തിരിച്ചായിരിക്കും താഴോട്ട് പോകുമ്പോൾ ഇതാളുടെ ലെഫ്റ്റ് ആയിരിക്കും, അല്ലേ? ഇതാളുടെ റൈറ്റ് ആയിരിക്കും. ഇപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? ആദ്യം താഴോട്ട് വന്നിട്ട് ഇടത്തോട്ട് തിരിഞ്ഞ് 8 മീറ്റർ. താഴോട്ട് വന്ന ആളുടെ ഇടത് സൈഡ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടാണ്. അങ്ങോട്ടൊരു 8 മീറ്റർ നമ്മൾ മാർക്ക് ചെയ്യാം. 8 മീറ്റർ ആളിപ്പോൾ ഇവിടെ എത്തിട്ടോ. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? വീണ്ടും ആളെ ഇടത്തേക്ക് 6 മീറ്റർ. ഇവിടെ നിന്ന് വീണ്ടും ലെഫ്റ്റിലോട്ട്. ഇങ്ങനെ പോകുന്ന ആള്, കിഴക്കോട്ട് പോകുന്ന ആളുടെ ലെഫ്റ്റ് ഏതാണ്? ഇങ്ങനെ പോകുന്ന ആളുടെ ലെഫ്റ്റ് മുകളിലോട്ടല്ലേ? അതേ മുകളിലോട്ട് 6 മീറ്റർ. സെയിം ഇതേ അളവിൽ തന്നെ ഒരു 6 മീറ്റർ ആളിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി എന്താ ചോദ്യം? പിന്നീട് വലത്തോട്ട് 10 മീറ്റർ. മുകളിലേക്ക് പോകുന്ന ആൾ, ഇങ്ങനെ പോകുന്ന ആളുടെ വലത് ഭാഗം ഏതാ? ഇങ്ങോട്ടാണ്, അല്ലേ? വലത്തേക്ക്, റൈറ്റ്. ഇങ്ങോട്ടൊരു 10 മീറ്റർ. ഇപ്പം ഇവിടെ നിന്ന് ഒരു 10 മീറ്ററൂടെ നീട്ടി നമ്മൾ വരയ്ക്കുന്നു. ആളിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ. ഇനി ചോദ്യം എന്താ? ഇപ്പോൾ അവൾ ആരംഭ സ്ഥലത്തോട് താരതമ്യം ചെയ്യുമ്പോൾ ഏത് ദിശയിലാണ്? ആരംഭ സ്ഥലം ഇതാണ്. ഈ സ്ഥലത്തോട് താരതമ്യം ചെയ്യുമ്പോൾ ഇപ്പോൾ ഏത് ദിശയിലാണ് ആൾ പോയിക്കൊണ്ടിരിക്കുന്നത്? ഏത് ദിശയിലാണ്? ഇവിടുന്ന് നോക്കുമ്പോൾ നേരെ എങ്ങോട്ടാണ് പോകുന്നത്? കിഴക്കോട്ടാണ് പോകുന്നത്. കറക്റ്റ് അല്ലേ? ഇവിടുന്ന് നോക്കുമ്പോൾ ആൾ പോകുന്ന ഡയറക്ഷൻ ഈസ്റ്റ് ആണ്. സോ റൈറ്റ് ആൻസർ ഓപ്ഷൻ എ, കിഴക്കാണ്. PSC എക്സാം ഗൈഡ് ആപ്പിൽ കമ്പനി ബോർഡ് AGSന്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കുറച്ച് ദിവസം കൊണ്ട് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കേരള ജോഗ്രഫിയിലെ ചോദ്യങ്ങൾ, ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലെ എല്ലാ ചോദ്യങ്ങളും തന്നെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതായിരുന്നു. PSC എക്സാം ഗൈഡ് ആപ്പിൽ നമ്മുടെ ഓൺലൈൻ കോഴ്സുകൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് നമ്മളോടൊപ്പം നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, ക്ലാസ് പർച്ചേസ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.